UDF-ൽ 10 സീറ്റിൽ തന്നെ മത്സരിക്കും എന്നുറച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് PJ ജോസഫ് പറഞ്ഞു. ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ഈ സീറ്റ് കേരള കോൺഗ്രസ് കഴിഞ്ഞ മത്സരിച്ച സീറ്റാണ്. ഇത്തവണ നമ്മുടെ അവകാശം അവിടെ നിൽക്കുന്നു. ഘടകകക്ഷികളുടെ സീറ്റുകളൊന്നും തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് മത്സരിച്ചൊന്നെല്ലാം ജയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിക്കും. ഇടുക്കി സീറ്റ് രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ ചർച്ചയ്ക്കിടയിൽ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഈ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ എന്താണ് അദ്ദേഹം നിലപാടായി വ്യക്തമാക്കിയത്? രാഹുൽ, ഉന്മേഷ ഉഭയകക്ഷി ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് PJ ജോസഫ് പറയുന്നത്. ഉഭയകക്ഷി ചർച്ചകളിൽ സീറ്റുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന നിലപാടിലേക്കൊക്കെ കോൺഗ്രസിന്റെ ചില നേതാക്കൾ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ചർച്ചകൾ നടന്നിട്ടില്ല. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് PJ ജോസഫ് ആവർത്തിക്കുകയും ചെയ്യുന്നത്. 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അതിൽ എല്ലാത്തിലും ഇത്തവണ വിജയ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് മത്സരിക്കും ആ 10 സീറ്റുകളിലും എന്ന് ഒരിക്കൽ കൂടി PJ ജോസഫ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ വിട്ടുവീഴ്ചകൾ ഏതെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് പറയുന്നില്ല. ചിലപ്പോൾ ഉഭയകക്ഷി ചർച്ചയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ല. റോഷിക്കെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കേരള കോൺഗ്രസ് മത്സരിപ്പിക്കും. ജോസഫ് വിഭാഗം മത്സരിപ്പിക്കും. അത് യുവാക്കൾക്കായിരിക്കും പരിഗണന എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിലൊരു പ്രതികരണം PJ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ VD സതീശൻ നടത്തുന്ന യാത്രയുടെ ഇടുക്കി പര്യടനമൊക്കെ പൂർത്തിയാകുന്ന സമയത്തിനുള്ളിൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായേക്കാം എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് PJ ജോസഫിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ വിട്ടുവീഴ്ച ചെയ്തേക്കാം, പക്ഷേ ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട അത്തരം ഒരു ചർച്ചകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.